നമസ്കാരം. പശ്ചിമേഷ്യയെ പൂർണ്ണമായി ഒരു യുദ്ധഭീതിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ പൂർണ്ണ തോതിലേക്ക് കടന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിന് വഴിമാറിയിരിക്കുന്നു. ഇറാന്റെ വ്യോമ നാവിക പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായും വരും ദിവസങ്ങളിൽ ശക്തമായ ആക്രമണം തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമായ ഗാർഹദ്വീപ് പിടിച്ചെടുക്കുമെന്നും അവിടുത്തെ എണ്ണ ഗ്യാസ് വിപണികളുടെ പൂർണ്ണ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കും എന്നുമായിരുന്നു ട്രംപിന്റെ വക ഭീഷണി. ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു ഈ കടുത്ത നിലപാട് വ്യക്തമാക്കിയത്. മുൻപ് വെനിസ്വേലയിൽ നടപ്പിലാക്കിയതിന് സമാനമായ നിയന്ത്രണം ഇറാനിലും കൊണ്ടുവരുമെന്നാണ് US ഭരണകൂടത്തിന്റെ നീക്കം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഏപ്രിൽ 7-ന് നിലവിൽ വരുമെന്ന താൽക്കാലിക വെടിനിർത്തൽ കരാർ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടതോടെ എന്ത് ചെയ്തു? മേഖലയിൽ വീണ്ടും സ്വാഭാവികമായി യുദ്ധക്കളമായി മാറുകയും ചെയ്തു. ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ വെച്ച് US-ന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന് നിലവിലെ സംഘർഷങ്ങൾക്ക് പെട്ടെന്നുള്ള കാരണമായി മാറി. ഇതിന് തിരിച്ചടിയായാണ് US സെൻട്രൽ കമാൻഡ് ഇറാന്റെ ആശയവിനിമയ കേന്ദ്രങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വെടിക്കോപ്പിടിപ്പുകൾ എന്നിവ ലക്ഷ്യമിട്ട് രാജ്യവ്യാപകമായി ശക്തമായ ബോംബാക്രമണം ആരംഭിച്ചത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും വെറും 40 മൈൽ മാത്രം അകലെയുള്ള കേന്ദ്രങ്ങളിലടക്കം എന്ത് ചെയ്തു? 49-ലധികം ടോമാഹോക്കിംഗ് ക്രൂയിസ് മിസൈലുകളാണ് അമേരിക്ക വിക്ഷേപിച്ചത്. ഇതോടെ എന്ത് ചെയ്തു? സ്വാഭാവികമായും ഇറാന്റെ ഭൂരിഭാഗം പ്രതിരോധ സംവിധാനങ്ങളും നാവിക വ്യോമസേനകളും തകർന്നതായാണ് US-ന്റെ അവകാശവാദം. ഇത്രയും മിസൈലുകളിലൂടെ അവ തകർക്കപ്പെട്ടു എന്നതാണ്. എന്തായാലും അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളമായ അൽ അസ്റഖ് എയർബേസിന് നേരെ 12 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടു. എന്നാൽ തങ്ങളുടെ ആകാശത്തേക്ക് വന്ന 20ഓളം മിസൈലുകളെ വിജയകരമായാണ് പ്രതിരോധിച്ചത് എന്ന കാര്യം ജോർദാൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സംഘർഷം കടുത്തതോടെ കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ US ഏർപ്പെടുത്തിയ കടുത്ത നാവിക ഉപരോധം ലംഘിച്ചുകൊണ്ട് ഇറാന്റെ എണ്ണ കടത്താൻ ശ്രമിച്ച സെറ്റബെല്ലോ എന്ന പലാവു പതാക ഘടിപ്പിച്ച എണ്ണക്കപ്പലിനു നേരെ US സൈന്യം എന്ത് ചെയ്തു? ആക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ കപ്പലുകളിലുണ്ടായിരുന്ന 3 ഇന്ത്യൻ നാവികർ എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടതായും സ്ഥിരീകരിക്കുകയും ചെയ്തു. ഒമാൻ ഉൾക്കടലിൽ വെച്ച് 150 ടൺ ശേഷിയുള്ള ഇറാന്റെ മറ്റൊരു ചരക്കു കപ്പലും US തകർത്തെറിഞ്ഞു. എന്നാൽ ഇതിലുണ്ടായിരുന്ന 5 ജീവനക്കാരെ രക്ഷപ്പെടുത്താൻ കഴിയുകയും ചെയ്തു. അമേരിക്കൻ ഉപരോധത്തോടുള്ള പ്രതിഷേധമായി അന്താരാഷ്ട്ര തലത്തിൽ സുപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് എല്ലാത്തരം വാണിജ്യ എണ്ണക്കപ്പലുകളുമായി പൂർണ്ണമായും അടച്ചതായി ഇറാൻ സൈന്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വഴി കടന്നു പോകുന്ന ഏതൊരു കപ്പലിനെയും ലക്ഷ്യമിടും എന്നായിരുന്നു ഇറാന്റെ ഭീഷണി. എന്നാൽ ഇറാന്റെ ഈ അവകാശവാദം പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് എന്ത് ചെയ്തത്? US സെൻട്രൽ കമാൻഡ് രംഗത്തെത്തിയത്. കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടില്ല എന്നും നിയന്ത്രണങ്ങളോടെ കപ്പലുകൾ ഇപ്പോഴും കടന്നു പോകുന്നുണ്ട് എന്നാണ് അമേരിക്കയുടെ പക്ഷം. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ നയതന്ത്ര ചർച്ചകൾക്ക് അതീതമായി അതിവേഗം വൻ യുദ്ധത്തിലേക്ക് വഴിമാറുമ്പോഴും സമാധാനപരമായ ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കാൻ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾ സജീവമായി നടക്കുന്നുണ്ട്. ഈ ശ്രമങ്ങൾ എത്രത്തോളം വിജയം കാണുമെന്ന് നമുക്ക് വരും മണിക്കൂറുകൾ തന്നെ കാത്തിരുന്നറിയാം.